112ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായി നടത്തിയ പൂർവ്വ സൈനിക സഭ ശ്രദ്ധേയമായി. റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ പൂർവ്വ സൈനിക സഭ ഉദ്ഘാടനം ചെയ്തു. ഏത് രാജ്യത്തിന്റെയും ബലം സൈനികരാണെന്നും നല്ലൊരു സൈനിക ശക്തി ഉള്ളത് തന്നെയാണ് നമ്മുടെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ സൈനിക ബലത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യ 1-ാം സ്ഥാനം കൈവരിക്കും. ഒരു രാഷ്ട്രത്തെ താങ്ങി നിർത്തുന്നത് ഭൂമിശാസ്ത്രം, സമ്പത്ത്, ഭരണകൂടം എന്നീ ഘടകങ്ങളാണ്. നമ്മുടെ സൈനിക ശക്തി 14 ലക്ഷമാണ്. ടെക്നോളജി കൂട്ടി മാൻപവർ കുറയ്ക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ 14 ലക്ഷത്തിൽ നിന്നും 11 ലക്ഷമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആളുകൾ, മഞ്ഞപ്രദേശങ്ങൾ, വളരെ വലിയ മാത്യൂസ് വളർത്തുള്ള നല്ല സമതല പ്രദേശങ്ങൾ, കടൽ തീരങ്ങൾ, മരുഭൂമി എല്ലാം നിറഞ്ഞതാണ് നമ്മുടെ രാജ്യം. അത് തന്നെ നമുക്കൊരു മുതൽക്കൂട്ടാണ്. രണ്ടാമത് സമ്പദ് വ്യവസ്ഥ. സൺ ഇന്ത്യ സംസ്ഥാന അധ്യക്ഷൻ റിട്ടയർഡ് കേണൽ എസ് ഡിന്നി അധ്യക്ഷത വഹിച്ചു. സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വ്യക്തിയെ സ്നേഹിക്കുക എന്നത് വ്യക്തിയെ സംരക്ഷിക്കുകയും കൂടിയാണ്. അതുപോലെ രാജ്യസ്നേഹം രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണെന്ന് സ്വാമിനി പറഞ്ഞു. കെ ഗോപിനാഥൻ നായർ, സത്യൻ നായർ, കേണൽ ശശിധരൻ നായർ, പ്രസന്നൻ മാഷ് എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രം മഹാവീർ ചക്ര നൽകി ആദരിച്ച ക്യാപ്റ്റൻ തോമസ് ഫിലിപ്പോസിന്റെ പത്നി ചിന്നമ്മ ഫിലിപ്പോസിനെയും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ മനോജ് കുമാർ ഐശ്വര്യയെയും ഹിന്ദു മഹാമണ്ഡലം പൊന്നാടയണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.